ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ദിനമാണ്. എല്ലാവരും കാത്തിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുമ്പിരി കൊള്ളിച്ച പ്രചരണത്തിനൊടുവിൽ എന്താണ് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് സാഹചര്യമെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിലാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചരണം സമാപിക്കും. ആദ്യഘട്ട ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി വരെ മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 11-ന് നടക്കും. ഇതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. ഓർക്കുക, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് വേഗത്തിൽ ഇതുവരെയുള്ള ചിത്രം ഒന്ന് നോക്കാം. അതായത് 7 ജില്ലകളിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. 7 ജില്ലകളിലെ കൊട്ടിക്കലാശത്തിന്റെ ചിത്രവും ഏറെ പ്രസക്തമാണ്. നമുക്ക് സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് സംസ്ഥാനത്തിന്റെ 7 ജില്ലകളിലാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നത്. ആദ്യഘട്ട ജില്ലകളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നു. ആദ്യഘട്ടത്തിൽ നിർണായകമാവുന്ന ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ, ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ജില്ലകളിലെ 2 കോർപ്പറേഷനുകൾ തിരുവനന്തപുരവും ഒപ്പം തന്നെ എറണാകുളവും തന്ത്രപ്രധാനമായ ഇടമാണ്. അതിനപ്പുറം ജില്ലാ പഞ്ചായത്തുകളുടെ രാഷ്ട്രീയം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ നിർണായകമാവുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്, കോട്ടയം ജില്ലാ പഞ്ചായത്ത്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, ഒപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്ത്. എന്തുകൊണ്ടാണ് ഈ ജില്ലാ പഞ്ചായത്തുകളെ മാത്രം പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടി വരുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ ഇടങ്ങളിലാണ് ഇത്തവണ സുപ്രധാനമായ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുക. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറിമറിയുമ്പോൾ ഇതിൽ നിർണായകമാവുന്നത് ഈ ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ നമുക്ക് പരാമർശിച്ചു പോകുന്ന ഒരു ഇടം പന്തളം നഗരസഭ കൂടിയുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ നമുക്ക് പ്രത്യേകം പരാമർശിച്ച് പോവേണ്ടി വരും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം. ഇതിൽ മുന്നണികളുടെ ആശങ്കകളും പ്രതീക്ഷകളും തിരുവനന്തപുരത്ത് സുപ്രധാനമാണ്. അതിൽ BJPയുടെ, CPMന്റെ, UDFന്റെ പ്രതീക്ഷകൾ എത്രമാത്രമാണ്, ആ പ്രതീക്ഷകൾക്കൊപ്പം എത്രമാത്രം മുന്നണികൾക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രസക്തമായ ചോദ്യം കൂടിയുണ്ട്. BJP ഭരണം പിടിക്കുമോ എന്ന ചോദ്യം തിരുവനന്തപുരത്തെ പ്രസക്തമാണ്. കാരണം വലിയ അവകാശവാദം അവർക്കുണ്ട്. അതേസമയം ഇടതുമുന്നണിയുടെ ഭരണം നിലനിർത്തുമോ, UDF നില മെച്ചപ്പെടുത്തുമോ? UDF വലിയ അവകാശവാദങ്ങളുമായി ഇത്തവണ കളത്തിൽ വന്ന് അതുകൊണ്ട് അവർ നിലനിർത്തുമോ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഒപ്പം BJP പിടിക്കുമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. നോക്കൂ, യെസ്, എന്തായാലും സാഹചര്യങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏറെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടമാണ്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഇടങ്ങളിലൊന്ന് ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് വേഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കക്ഷിനില കൂടി ഒന്ന് പരിശോധിക്കാവുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കക്ഷിനിലയിലേക്ക് വരുമ്പോൾ നോക്കുക, ഇടതുമുന്നണിക്ക് 51 സീറ്റുകളാണ് നിലവിലുള്ളത്. ഒപ്പം BJPക്ക് 34, UDFന് 10, മറ്റുള്ളവർ 5. ഇതാണ് നിലവിലുള്ള ചിത്രം. അതിനുശേഷം ഇത്തവണ 101 സീറ്റുകളിലേക്ക്, 101 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കോർപ്പറേഷനിൽ മാറിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും നിർണായകമാക്കുന്ന, ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാവേണ്ട ഇടം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കാരണം അവിടെ BJPയുടെ വലിയ അവകാശവാദങ്ങളുണ്ട്. ഞങ്ങൾ ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചാൽ മതി, ഞങ്ങൾക്ക് കേരള ഭരണം പിടിക്കാനുള്ള തുടക്കം അതാകും എന്നതാണ് BJPയുടെ അവകാശവാദം. വലിയ പ്രചരണമുണ്ട്. നമ്മൾ കണ്ടതാണ് ശ്രീലേഖ, മുൻ DGP അടക്കമുള്ളവരെ കളത്തിലിറക്കിയുള്ള BJPയുടെ നീക്കം. ഇതൊക്കെ ഫലം കാണുമോ? പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 30 വർഷത്തിലേറെയായി അവരുടെ കരുത്തുറ്റ കോട്ടയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് ഇത്തവണ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടോ? ഏറ്റവും പ്രധാനം, അവിടെ ഒരു നഗരസഭാ വിരുദ്ധ വികാരം പ്രകടമാകുമോ എന്ന ചോദ്യമാണ്. സ്മാർട്ട് സിറ്റിയൊക്കെ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെട്ട് വരുന്നതാണ് CPM, ഇടതുമുന്നണി. അവർക്ക് ഇത്തവണ അത് വെല്ലുവിളി ഉണ്ടാക്കുമോ എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. ശ്രദ്ധിക്കുക, കോൺഗ്രസ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഏറ്റവും ആദ്യം കേരളത്തിൽ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഒരുപക്ഷേ മറ്റെല്ലാ മുന്നണികൾക്കും അപ്പുറം നേരത്തെ ഒരുങ്ങിയതാണ് ഇത്തവണ കോൺഗ്രസ്. ശബരിനാഥനെ പോലെയുള്ള മുൻ MLA കോർപ്പറേഷൻ വാർഡിലേക്ക് മത്സരിക്കാൻ കളത്തിലിറക്കി. അവരിങ്ങനെ കളം നിറയുമ്പോൾ അത് എത്ര തവണ നിർണായകമാവുമെന്ന ചോദ്യം കൂടി തിരുവനന്തപുരത്ത് പ്രസക്തമാണ്. മധ്യ തിരുവിതാംകൂറിലെ മറ്റൊരു നിർണായകമായ ഇടം അത് എറണാകുളമാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്
BJP, അതായത് മധ്യ തിരുവിതാംകൂറിൽ കൊച്ചി കോർപ്പറേഷനാണ് ഏറ്റവും സുപ്രധാനമായ ഇടം. കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തവണ പ്രധാനമാവുന്നത് അവിടെ പിടിക്കാൻ വേണ്ടിയുള്ള UDFിൻ്റെ തന്ത്രങ്ങളാണ്. കഴിഞ്ഞ തവണ വിമതന്മാരായിരുന്നു വെല്ലുവിളി. ഇത്തവണയും ആ വിമതന്മാർ തന്നെ അവിടെ ഭീഷണി മുഴക്കുമോ, ഭീഷണിയായി തന്നെ UDFിന് തുടരുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. പക്ഷേ അതിനെ ഞങ്ങൾ മറികടന്നു, അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തി എന്നതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അവകാശവാദങ്ങൾ. അതൊക്കെ ഫലം കാണുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്ന ഘടകങ്ങളിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഇടങ്ങളിൽ ഒന്നായി മാറുന്നു. അത് കൊച്ചി കോർപ്പറേഷനാണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ ഇടമെന്നതാണ്. ജില്ലാ പഞ്ചായത്തുകൾക്ക് മറ്റൊരു രാഷ്ട്രീയം കൂടി പറയാനുണ്ട്. ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണിത്. എന്താണ് കൊച്ചിയിൽ സംഭവിക്കുക എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. എന്താണ് കൊച്ചിയിൽ സംഭവിക്കുക, കൊച്ചിയുടെ രാഷ്ട്രീയം എന്താണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരിക്കുമെന്ന ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. നമുക്ക് ആദ്യമായി തന്നെ വിശദമായി പോകും. നമുക്ക് കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയുടെ തദ്ദേശ സാഹചര്യങ്ങളെ നിർണായകമാക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം കോർപ്പറേഷനാണ്, കൊച്ചി കോർപ്പറേഷനാണ്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള മേഖലകളുമുണ്ട്. എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. യെസ് ഡാനി, ഗുഡ് മോർണിംഗ് ഡാനി. എന്തായാലും നമ്മൾ ഈ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, തദ്ദേശ പോരതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ എത്ര തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ് ഡാനി. ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഓരോ പ്രത്യേകതകൾ പറയാനുണ്ട്. ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളിവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ്. പക്ഷേ ഇത്തവണ എല്ലാ അർത്ഥത്തിലുള്ള സെമി ഫൈനൽ തന്നെയാണ്, ഒരു തർക്കവുമില്ല. കാരണം തദ്ദേശ ഫലം വന്നതിന് ശേഷം വരുന്ന നിയമസഭയ്ക്ക് ഒരുങ്ങാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മധ്യ കേരളം എന്തുകൊണ്ട് നിർണായകമാവുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ ശക്തി കേരളം ഭരിക്കുന്നു എന്നതാണ് പൊതുവിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലം. കഴിഞ്ഞ തവണ UDFിൻ്റെ ശക്തി കേന്ദ്രമായ മധ്യ തിരുവിതാംകൂറിൻ്റെ ഇടങ്ങളിലൊക്കെ ഇടതുമുന്നണി വലിയ മുന്നേറ്റം നടത്തിയതാണ്. കൊച്ചി കോർപ്പറേഷനിലേക്ക് തന്നെ നമുക്ക് വരാം. ഡാനി നോക്കൂ, കൊച്ചിയിൽ കഴിഞ്ഞ തവണ വിമതരായിരുന്നു കടുത്ത പണി നടന്നത്. ഇത്തവണ ഡാനിയോടക്കം അവിടുത്തെ DCC പ്രസിഡന്റ് പറഞ്ഞതാണ് വിമതന്മാരെ ഞങ്ങൾ ഒഴിവാക്കി, ഇത്തവണ വിമതന്മാർ ഞങ്ങൾക്ക് വെല്ലുവിളിയല്ലെന്ന്. പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വിമതന്മാർ UDFിന് കോൺഗ്രസിന് ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഡാനി? സൈത, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതിനൊരു കൊട്ടിക്കലാശത്തിലേക്കെല്ലാം തന്നെ കടക്കുകയാണ്. ഇതിൽ കൊച്ചി കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോഴേക്കും അതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണ വിമതരെ അണിനിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞാൽ അത് UDFിൽ നിന്ന് കടന്നു വന്നവരായിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് വിമതരായിരുന്നു LDFിന് ഇടതുമുന്നണിക്ക് മുതൽക്കൂട്ടായതെന്നതാണ്. അത് വളരെ വിചിത്രമായി തോന്നാം. കാരണം ഇതെങ്ങനെയാണ് സ്വന്തം പാളയത്തിലേക്ക് മടങ്ങാൻ അവർക്ക് കഴിയാതെ ഇരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പാളയത്തിൽ അത്രയ്ക്ക് പടയുണ്ടായിരുന്നു. കാരണം ഒരു ഭരണ നേതൃത്വത്തിലേക്ക് ഒരു മേയർ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു മേയർ ആകേണ്ട ഒരാളെ കണ്ടെത്താൻ ആ ഘട്ടത്തിൽ അവർക്ക് കഴിയാതിരുന്നതിനെ തുടർന്നാണ് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചതെന്ന് പോലും പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. തുടർന്നിങ്ങോട്ട് പിന്നീട് വരുമ്പോഴേക്കെല്ലാം തന്നെയും വലിയ ചർച്ചകൾ നടന്നു. ഇത്തവണ 13 പേരാണ് 13 അതായത് 13 റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടത്. ഇത് ആരുടെ വിജയം നിർണ്ണയിക്കും എന്നതെല്ലാം അവർ പോലും വലിയ രീതിയിൽ ചിന്തിക്കുകയാണ്. കോൺഗ്രസിന്